Mark your attendance. Okay, ready? Shall we start? Only 7 participants. Miss, in the next third lesson complete ആക്കിയില്ലല്ലോ. എന്താണ്? Third lesson miss complete ആക്കിയില്ലല്ലോ. നമ്മൾ തേർഡ് ലെസൺ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, പക്ഷെ തേർഡ് ലെസൺ ഇല്ല എക്സാമിന്. സെക്കൻഡ് ലെസൺ ഫസ്റ്റും സെക്കൻഡും. വെയിറ്റ് ഒക്കെ ഒന്ന് സമയം മിസ് കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെയ്യും മിസ്. Good morning. Can you see this note? Can you see this note, Edwin? Yes. Yes, good. Then all of you take page number 58. Page number 58. Page number 58. Ready? Okay. Miss, divisibility Yes. Miss, test of divisibility of numbers Yes, wait. ഞാൻ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് മോളെ. ഓരോന്ന് പഠിച്ചു കഴിഞ്ഞാലേ അത് ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ. ഓക്കെ, മിസ് എല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി? ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല. അനാവശ്യമായി സംസാരിക്കണം മിസ് മ്യൂട്ട് ചെയ്യും. ഓക്കെ, മ്യൂട്ട് ചെയ്യട്ടെ അതോ വേണോ? അല്ല സാറേ, ഇത് സ്ക്രീൻ ഷെയറിങ്. ഓക്കെ, ശരി റെഡി. ഓക്കെ, അതിന് ഈ പിക്ചറിന് ഇങ്ങോട്ട് വെച്ചാണെങ്കിൽ എൻ്റെ ഇതിന് കിട്ടും. ഇങ്ങോട്ട് വെച്ചാൽ മതി. Okay, ready? Then today we are going to learn about common factors and common multiples. You already studied how to find factors of given numbers, isn't it? You already studied how to find factors of given numbers. Today, this is common factors and common multiple. Common means പൊതുവായിട്ടുള്ളത്. തന്നിരിക്കുന്ന നമ്പേഴ്സിനെല്ലാം പൊതുവായിട്ടുള്ളതാണ്. Last class we learned about how to find factors of numbers. But here, special, that means important point is to remember is this word common. Okay, this word common factors and common multiples. പൊതുവായിട്ടുള്ളത്. Okay, ready? Separate ആയിട്ടുള്ളല്ല. Last class only factors of given numbers. Okay. ഓരോ നമ്പേഴ്സിന്റെയും ഫാക്ടേഴ്സ് മാത്രം ഫൈൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല, പല നമ്പേഴ്സിന്റെയും ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്ത ശേഷം കോമൺ ഫാക്ടർ, only select common factors. Okay, main point is common factor and common multiple. Look, okay, first question, common factor. How to find common factors of these numbers, that is 4 and 18. Okay, how can we find the factor of 4? How can we find factor of 4? കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ ഒരു ക്ലാസ്സിലേക്ക് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കണക്ക് മനസ്സിലാവുള്ളൂ. മിസ് പറഞ്ഞല്ലോ, ഒരു ദിവസം പെൻഡിങ് ഇട്ടാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും മനസ്സിലാവത്തില്ല. അത് ഒന്നിന്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്.
കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അത് ശരിക്കും പഠിക്കാത്തവർക്ക് ഇപ്പം ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് പ്രോപ്പറായിട്ട് ക്ലാസ് വർക്കും ഹോംവർക്കും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കണക്ക്, അല്ലാതെ മിസ് പഠിപ്പിക്കുന്ന മനസ്സിലായില്ല അല്ലെ കണക്ക് വിഷമ എന്ന് പറയരുത്, അത് തെറ്റാ. കണക്ക് വിഷമല്ല, വളരെ ഈസിയാ. പക്ഷെ പ്രോപ്പറായിട്ട് പ്ലാനിങ്ങിലൂടെ പോകണം. റെഡി? സോ ലാസ്റ്റ് ക്ലാസ് വി ലേൺഡ് how to find factors of given numbers. Here common factor, only the difference common. Okay, first to find factor of 4. Which are the numbers factor of 4? 4, that is 1, 2 and 4. 1, 2, 4 അല്ലേ? 1 4s are 4, 2 into 2 4 അല്ലേ? എങ്ങനെയാ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്പിളിന്റെ സൈഡ് അല്ല, ഇപ്പുറത്തെ ഉള്ള ഇൻറ്റു വരുന്ന ഭാഗം, അതാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. There are two or three different ways to find factors, but simple way is using multiplication table. ഫാക്ടർ ട്രീ ഉണ്ട്, ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതിനേക്കാൾ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉപയോഗിക്കുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ അതിന് 3 പാർട്സ് ഉണ്ട്. 2 factors and 1 multiple. ഓക്കെ, ആ ഇൻറ്റു വരുന്ന ഭാഗത്ത് വരുന്നതാണ് ഫാക്ടേഴ്സ്. അവരെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്, കോമൺ ഫാക്ടേഴ്സിൽ വേണ്ടത്. അതിൻ്റെ ഈക്വൽ ടു സൈന് ശേഷം വരുന്നതാണ് നമുക്ക് ഈ കോമൺ മൾട്ടിപ്പിളിൽ വേണ്ടത്. റെഡി? അപ്പോൾ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രോപ്പർലി, ഇതാണ് ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും കണ്ടുപിടിക്കാനുള്ള സിംപ്ലസ്റ്റ് വേ. ഓക്കെ, സോ ഫാക്ടർ ഓഫ് 4, ഓക്കെ, ദാറ്റ് ഈസ് 2, 1, 1 4s are 4. അപ്പോൾ 1 4 കിട്ടി. പിന്നെ 2 into 2 4. അപ്പോൾ these are the factors. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫാക്ടേഴ്സ് ഓഫ് 8. ഫാക്ടേഴ്സ് ഓഫ് 8, that is 1 8s are 8. 2 into 4 8. We already got 4 factors. These 4 factors, that is 1, 2, 4 and 8. Then look these underlined numbers. Underline the numbers because these numbers are common for these 2 numbers. Okay, these factors are common for these 2 numbers, that is 4 and 8. 1 here also, 1 2 2 4, 8 illa, so we can avoid 8. We can avoid 8, only take this common. Then answer is endana? Find the common factors of 4 and 8. സോറി, ഇവിടെ ക്വസ്റ്റനിൽ 18 തന്നിട്ട് ഇവിടെ 8 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് മാറ്റിയാൽ മതി കേട്ടോ. ഇവിടെ ഈ 18 എന്നുള്ളത് മാറ്റിയിട്ട് 8 ആക്കണേ. സോ 8, സോ 1 2 4 1 2 4. These are the common factors of 4 and 8. ജോയ്സിയെ, വാട്ട് ഹാപ്പൻഡ്? ജോയ്സിനെ കണ്ടിട്ട് ജോയ്സി ഉറങ്ങി എണീറ്റ മാതിലുണ്ടല്ലോ മോളെ. എന്തിനാ അൺമ്യൂട്ട് ചെയ്തേ? കാണുന്നില്ല, മറ്റൊരു ബ്ലാക്ക് കറിയേ കാണുന്നുള്ളൂ. ഇവിടുന്നോ? മറ്റുള്ളവർക്കോ? ഞാൻ സ്ക്രീൻ ഷെയറിന്റെ ഓപ്ഷൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്നത് സ്ക്രീൻ ഷെയർ കൊണ്ടുവരുന്ന പ്രശ്നമായിരിക്കും. ഓക്കെ, സ്ക്രീൻ ഷെയറിങ് വരുമ്പോൾ മിസ്സിന്റെ ഫോട്ടോ ഷെയ്ഡ് ആവും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സ്ക്രീൻ ഷെയറിങ് പോയി കഴിയുമ്പോൾ മിസ്സിനെയൊക്കെ കാണുന്നുണ്ട്, മിസ്സിനെയും കാണുന്നുണ്ട്, ബാക്കി എല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ല. ബാക്കി എല്ലാവർക്കും കാണുന്നില്ലേ? ഷിസ, എഡ്വിൻ കാണുന്നില്ല? ഷിസ, can you see this screen sharing? Hanna, you can't see. Unmute ചെയ്തേ, you can't see. ഇല്ല മിസ്, ഞാൻ കുറെ നേരം മിസ്സിനെ കൈപൊക്കി കാണിക്കുന്നേ. ഇത് മിസ് ആദ്യം ക്ലിക്ക് ചെയ്യാൻ പോയപ്പോൾ ആ എന്താ കേറുന്ന അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തോ ഒരു ബ്ലാക്ക് ആയിട്ട്. Wait. How it is now? Is it okay now? Okay. Shisa, okay now? Sai Krishna, can you see? Yeah, good. Okay. Then next, then once again we can start. Find common factors of 4 and 18. This is not 18, only 8. Okay. Then factors of 4 is equal to 1, 2, 4.
1, 2, 4, and the factors of 8 is equal to 1, 2, 4, and 8, and 1, 2, 4, 1, 2, 4. These are the common numbers. So these are the common factors. So answer is common factor of 4 and 8 is equal to 1, 2, 1, 2, 4. Ready? Then next is same common factors of 4, 12, 16. Common factors of 4, 12, 16. Ready? Then first we want to find the factor of 4. How we can find the factor of 4, Shisa? How we can find the factor of 4? Use multiplication table. Use multiplication table. That is 1 into 4, 4. Then 1, 4. Then 2 into 2, 4. Then only 2. Only one time 2. Then factor of 12. Factor of 12. That is factor of 12 is equal to 1, 2, 3. 1 into 12, 12. 2 into 6, 12. 3 into 4. നിങ്ങൾ ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ ഈ ഓർഡർ കീപ്പ് ചെയ്താൽ ഒരു എളുപ്പം വരും. അതായത് 1 into 12, 12. 2 into 6, 12. 3 into 4, 12. ഇത്രയൊക്കെ മതി. ഓക്കെ, കോമൺ ഫാക്ടേഴ്സ് ആകുമ്പോൾ ഈ ഒരു ഓർഡർ കീപ്പ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഫാക്ടേഴ്സ് കിട്ടാൻ പറ്റും. സോ then next step, factors of 16. Factors of 16. That is 1 into 16, 16. 2 into 8 is equal to 60. Okay, നമ്മൾ 8 കോമൺ ഫാക്ടർ അല്ലാത്തതുകൊണ്ട് അത് എടുക്കത്തില്ല. 2 into 8 is equal to 16. 4 into 4 is equal to 16. 4 2 times വേണ്ട, ഒരു സമയം മതി. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറൻസ് കാണിച്ചേ? 1 into 16 രണ്ടും എഴുതി. 2 into 2 അല്ല 2 into 8. പക്ഷെ 8 കോമൺ ഫാക്ടർ അല്ല, 7 വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ മിസ് എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടില്ല. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ദെൻ 4 into 4. 4 2 times എഴുതണ്ട, ഓൺലി 1 ടൈം എഴുതിയാൽ മതി ഫാക്ടർ. അപ്പോൾ പിന്നെ വിച്ച് ആർ ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 4, 12, 16? വിച്ച് ആർ ദ കോമൺ ഫാക്ടേഴ്സ്? 1 കണ്ടോ, ദിസ് അണ്ടർലൈൻഡ് നമ്പേഴ്സ്, ദിസ് അണ്ടർലൈൻഡ് നമ്പേഴ്സ്. ഓക്കെ, മനസ്സിലായില്ലേ? Then co-prime numbers. What is mean by prime numbers? അതറിയാണ്ട് എങ്ങനെ co-prime number മനസ്സിലാക്കുക? What is mean by prime number? ഷിസ, ചായ ഒന്നും കുടിച്ചില്ലേ? Who can say? What is prime number? Joyce, can you say? Joyce Joseph, can you say? What is prime number? Unmute ചെയ്തേ. What is prime number? ഇത് അറിയാണ്ട് എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചതാണ്. അൺമ്യൂട്ട് ചെയ്തേ. ജോയ്സി അൺമ്യൂട്ട് ചെയ്ത്. ജോയ്സി ജോസഫ്, unmute yourself. Can you hear me? ആരാണ് സ്ക്രീനിൽ പണിയെടുക്കുന്നത്? മിസ് ഡിസേബിൾ ചെയ്തിടിക്കും കേട്ടോ. സായി കൃഷ്ണ, ക്യാൻ യു സേ? സായി കൃഷ്ണ അൺമ്യൂട്ട് ചെയ്ത്. ക്യാൻ യു സേ വാട്ട് ഈസ് പ്രൈം നമ്പർ? വാട്ട് ഈസ് പ്രൈം നമ്പർ? ഐ കാൻറ്റ് ഹിയർ. ക്ലിയർ അല്ല, നോട്ട് ക്ലിയർ. നോട്ട് ക്ലിയർ. ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പർ മിസ്സേ. അയ്യോ, ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പർ അല്ല, ഒരു ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പറേ ഇല്ല. ആ നമ്പർ തന്നെ അതിന്റെ ഒരു ഫാക്ടർ ആണ്. അപ്പൊ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പർ അല്ല. ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പർ ഇല്ല, കാരണം നമ്മൾ ഏത് നമ്പർ എടുത്താലും ആ നമ്പർ അതിന്റെ ഒരു ഫാക്ടർ ആണ്. യെസ് എഡ്വിൻ, unmute yourself Edwin. 1 and the number itself. Then how can we say the answer? The fact is a number which has only 1 and the number itself has factors. That means only 2 factors. Numbers which has only 2 factors are called prime numbers, and that factors are 1 and the number itself.
അതായത് ആ നമ്പറിന് 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളേ പറ്റത്തുള്ളൂ, വേറൊന്നും ഇല്ല. ഓക്കെ, അത് മാത്രമേ, അതാണ് അത് പഠിക്കാണ്ട് എങ്ങനെയാണ് കോപ്രൈം നമ്പർ വരിക പഠിക്കുക. ഞാൻ പറഞ്ഞു ഓരോ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ് മനസ്സിലാവുകയുള്ളൂ. അല്ലാണ്ട് കണക്ക് ബുദ്ധിമുട്ടാ, മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ റീസൺ ഇല്ല. ഓക്കെ, then here coprime numbers, the two numbers have only one as common factor. Okay, common factor 1 ഉള്ളൂ. A prime number, as we know, prime number is numbers which have only two factors, that is 1 and the number itself. 1ഉം ആ നമ്പറും മാത്രം ഫാക്ടറായി വരുന്നതാണ് പ്രൈം നമ്പർ. ഇവിടെ ഇനി നമ്മുടെ മെയിൻ പോയിന്റ് ഒരു ലെസൺ റിമെമ്പർ ഈസ് കോമൺ. ദെൻ കോമൺ ഫാക്ടർ ഈസ് 1. ഓക്കെ, 1 and 15 കോമൺ ഫാക്ടർ ഇല്ല. 7 and 15 കോമൺ ഫാക്ടർ ഇല്ല. എല്ലാത്തിനും 1 മാത്രമേ അല്ലേ നമ്മൾ സോറി 1ന്റെ ഇഫ് വി ടേക്ക് ഫാക്ടേഴ്സ് ഓഫ് 1, ദാറ്റ് ഈസ് 1. 15 1 15 3 5 അല്ലേ 5ന്റെ ഫാക്ടേഴ്സ്. സോ കോമൺ ഫാക്ടർ ഈസ് ഓൺലി 1. ഓക്കെ, common factor is only 1. In the case of this example also, 1 into 7. 7 is a prime number, so it has only 1 and 7 as factors. 15 is not a prime number because 1 into 15, 3 into 5. Okay, so ഇതിൽ എടുക്കുമ്പോൾ ആകെ ഒരു കോമൺ ഫാക്ടറായി വരുന്നത് 1 മാത്രമാണ്. ഇനി നെക്സ്റ്റ് ഈസ് okay, next is common multiple. Next is common multiple. What is mean by common multiple? What is mean by common multiple? We know how to find multiple of numbers. How we can find multiple of numbers? How we can write or find multiple of a given number? എങ്ങനെയാ മൾട്ടിപ്പിൾ കാണുന്നേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എഴുതിയാൽ പോരെ. 4ന്റെ ആണെങ്കിൽ 1 4s are 4, then 4, 2 4s are 8 അല്ലേ, 3 4s are 12. ഈ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ആ ഈക്വൽ ടു സൈനുള്ള ഇപ്പുറത്തുള്ള നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. ഷിസ ഫാത്തിമ പോയോ? ഓക്കെ, okay, find common multiple of 4 and 6. So first write multiple of 4. Simply write multiplication table. Okay, multiplication table equal to sign വരുന്ന multiple നേതാ. ഈ equal to sign ഇപ്പുറത്ത് വരുന്ന factors ആയിരിക്കും, then മറ്റേ multiple sign equal sign അപ്പുറത്ത് വരുന്ന റൈറ്റ് സൈഡിൽ വരുന്ന multiple ആയിരിക്കും. അപ്പോൾ multiple എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സ്റ്റഡി multiplication table of 4. So write table like 4 8 12 16 20 24. Okay, then multiple of 6. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, like that. Okay, then look here, these underlined numbers, these are common multiple. That is 4 is not here, 8 and 12 here, then here also 24 24 40 40. So 12 24 and 40 are the common multiples of 4 and 6. Understood? Clear? Is it clear? Then how can we find factors, common factors? How can we find multiple and common multiple? Okay, 4 main points. Next is prime factorization. That means there are also 2 steps. First step is factorization, then second step is prime factorization. Okay, first step is factorization, then prime factorization. Factorization, first step. Factorization, expressing a number as a product of its factors. Okay, what is mean by factorization? Factorization means expressing a number as a product of its factors. Okay, these are the product here 12. Okay, but we look here example 24.
factorization ചെയ്തു 2 into 12, one method. Okay, one multiplication table. Then 24, 6 into 4, 24, or 24 is equal to 3 into 8. We can write any of this. ഇതിൽ ഏതിൽ ഒന്ന് എഴുതിയാൽ മതി. ഇപ്പം ഫാക്ടറൈസ് 24 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതിൽ ഒന്ന് എഴുതിയാൽ മതി, വേണമെങ്കിൽ 3 എഴുതാം. ഓക്കെ, ഫാക്ടറൈസേഷൻ. ഇത് ഓൺലി ഫസ്റ്റ് സ്റ്റെപ്പ് ഫാക്ടറൈസേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഫാക്ടറൈസേഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രൈം ഫാക്ടറൈസേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രൈം ഫാക്ടറൈസേഷൻ. Okay, prime factorization. Look here. First we wrote 24 as 2 into 12. Then 24 is equal to 4 into 6. Again 24 is equal to 3 into 8. Okay, this is factorization. These are factorizations. Okay, then next step is prime factorization. Okay, look here, this is a prime number, 2 is a prime number, but 12 is not a prime number. So next step is divide this or find factors of this number again, because 12 is not a prime number. 12 is not a prime number. So idine pinneyum nammal factorization nadathana. So these two here, then e 12, this 12, that is 3 into 4, 12. 3 into 4. Alle Joyce? Listen. Okay. 4 into 3, 12. Then we know 2 is a prime number, 3 is a prime number, but 4 is not a prime number. So again divide this. 4 is equal to 2 into 2. 2 into 2, 4. That is this 2, this 3, and this 4 is divided, or the factors of 4 are 2 and 2. These are all prime numbers. That is 2, 3, 2, 2 are prime numbers. So prime factorization of 24 is equal to 2 into 2 into 2 into 3. Factorization of 24 is equal to 2 into 12. But prime factorization is 2 into 2 into 2 into 3. Then next, this is also factorization of 24. Ready? 24 is equal to 4 into 6. This is not a prime number and this 6 is not a prime number. So again we find the factors of this number, that is 4. That is 2 into 2, 4. That is 2 prime number. Then 6. 2 into 6. 2 is a prime number, 3 is a prime number. So last prime number kondetikkanam, adana prime factorization. Okay, last prime number kondetikkanam, adana factorization. 24 again 3 into 8. This is factorization. We factorized 24, 3 into 8, but now we are going to prime factorization. Okay, prime factorization, that is 3. 3 is a prime number. Shisa, എന്താ ചെവി പൊത്തി പിടിച്ചിരിക്കുന്ന കേക്കണ്ടേ? ഷിസ ഫാത്തിമ. Okay, 8. Then factor 8 is divided into 2 into 4. 4 is not a prime number. So again 3, 2, 2 into 4. Clear? Is it clear for you? Good. Then highest common factor. Highest common factor. Ivideyum listen carefully. This word, highest common factor. Okay. Highest. Already we find how to find factor, common factor. That is next step is selection of highest common factor. Understood? Clear? Look, first we find how to find factors of numbers. That is multiplication table, the factor equal to the left side of the factors. Then common factor, തന്നിരിക്കുന്ന നമ്പേഴ്സിന് പൊതുവായിട്ട് വരുന്ന this numbers. Okay, factors. Then in the next step is selection of highest. Selection of common factors കുറെ ഉണ്ടാവും, അതിൽ നിന്നും highest select ചെയ്യണം, highest or greatest select ചെയ്യണം.
അതെങ്ങനെയാണെന്നുള്ളത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇനി പിന്നെ ഇപ്പൊ PSC എക്സാമും അങ്ങനെ വരുന്ന വലിയ ക്ലാസ്സുകളിലോട്ട് വരുമ്പോഴും ഒക്കെ ഈ ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണക്കാണ് കേട്ടോ, പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ വളരെയധികം ഉപയോഗപ്പെടും, നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അല്ലെ പിന്നീട് അത് ബുദ്ധിമുട്ടും, അന്ന് അത് മനസ്സിലായില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പം തന്നെ അത് മനസ്സിലാക്കി പഠിക്കുക. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക, അതിലെ കോമൺ ഫാക്ടർ സെലക്ട് ചെയ്യുക, ആ സെലക്ട് ചെയ്യുക, അതിൽ നിന്നും ഹയസ്റ്റ് ഗ്രേറ്റസ്റ്റ് സെലക്ട് ചെയ്യുക. എത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, so it is the highest or greatest of their common factors. Okay, ഷോർട്ട് ഫോം ആണ് HCF. HCF ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം F ആണ് ഫാക്ടർ ആണ്. F മീൻസ് ഫാക്ടർ ആണ്. ഇനി എപ്പോഴും ഈ ഷോർട്ട് ഫോമിലായിരിക്കും വരുന്നത്, അല്ലാതെ ഫൈൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നായിരിക്കില്ല ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് HCF അല്ലെ LCM എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്താണ് HCF. Okay, HCF means highest common factor. Clear? Okay, highest. First one is 20. Find HCF of 20 and 36. That means find highest common factor of 20 and 36. Okay, then first 20. This is prime factorization. Okay, നമ്മൾ prime factorization, there are 2 or 3 methods to find the highest common factors. പിന്നെ ഡിവിഷൻ മെത്തേഡ് ഉണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉണ്ട്, ട്രീ ഡയഗ്രാം ഉണ്ട്. ഓക്കെ ഓക്കെ ഇപ്പം ഇതിനകത്ത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്തത്. എന്നിട്ട് കണ്ടോ ഇതിനകത്ത് 2 2 5 2 3 3 വന്നു. അപ്പോൾ ഓൺലി എന്താണ് ഇവിടെ 2 times 2 വന്നു, ഇവിടെ 2 times 3 വന്നു. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് 2 ആണ്. പക്ഷെ ഇറ്റ് റിപ്പീറ്റഡ് അല്ലേ, സോ 2 പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് ആ 2 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് 4 ആക്കി എടുത്തു. ഇതിനകത്തും 2, ദിസ് 2, ഓക്കെ ദിസ് 2 ആൻഡ് ദിസ് 2. അപ്പോൾ ആ 2 സെലക്ട് ചെയ്തു. 5 ഇവിടെ ഉള്ളൂ, 5 ഇവിടെ ഇല്ല, 3 ഇവിടെ ഇല്ല. അതുകൊണ്ട് ഓൺലി സെലക്ട് 4. ദാറ്റ് ഈസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, സെയിം കേസ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, അത് ഇതുപോലെ തന്നെയാണ്. LCM കാണണം. ഡിവിഷൻ മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫാക്ടർ ട്രീ ഉപയോഗിക്കാം, ഏത് വേണേലും ഉപയോഗിക്കാം. മിസ്റ്റർ ചേഞ്ചിന് വേണ്ടി ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. കണ്ടോ 2 20 25 30 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, വന്നു, എഗെയിൻ വന്നു. ഇതാണ് ഫ്രാക്ഷൻ വരുന്നത്. കണ്ടോ ഇതിൻ്റെ അകത്ത് ഇവരെല്ലാം മൾട്ടിപ്പിൾ ചെയ്യണം. 2 2 3 5 5 2 ഇൻറ്റു ആൻസർ കിട്ടും. ഇങ്ങനെ എഴുതിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ട. ഓക്കെ, ചെയ്തിട്ട് എഴുതണ്ട. പിന്നെ ഇതുണ്ടോ ട്രീ ഡയഗ്രാം വരുന്നത് എങ്ങനെയാണ്. 20 ആദ്യം നമ്മളതിനെ 2 × 10 ആക്കി ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. റെഡി? ഇനി ഇനി നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഓക്കെ, എനി ഡൗട്ട്? എനി ഡൗട്ട്? ആർക്കും ഇല്ലേ? ഡൗട്ടില്ല ആർക്കും? നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് ഇത് എടുത്തു വെക്കാണ് കേട്ടോ. ഓക്കെ, ആർക്കും ഡൗട്ടില്ല? ഓക്കെ, ഹന്ന റോസ്. ഓക്കെ.